അസ്സലാമു അലൈക്കും. അബുദാബി വൈറ്റ് പേപ്പർ മീഡിയ ഒരുക്കുന്ന UAE എക്സ്ചേഞ്ച് മുഖ്യ പ്രായോജകരായ ഇഫ്താർ വിത്ത് കോയ എന്ന പരിപാടിയുടെ ഒരു ലക്കത്തിൽ വീണ്ടും നമ്മൾ സംഗമിക്കുകയാണ്. നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രവാസലോകം ആഹ്ലാദങ്ങളുടെ മാത്രം ഒരു ലോകമല്ല. വളരെ പരീക്ഷണങ്ങളെയും പ്രവാസികൾ നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നഷ്ടപ്പെടുന്ന ഒരു കൂടിയാണ് പ്രവാസികൾ. ഇവിടുത്തെ ജീവിതക്രമത്തിൻ്റെ അപഭംഗം, താളഭംഗം, അതാണ് അതിൻ്റെ കാരണം എന്ന് പലപ്പോഴും വിദഗ്ധന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കാൻ പാകമാണ് റമദാൻ എന്ന പരിശുദ്ധ മാസത്തിലെ വ്രതാനുഷ്ഠാനമെന്ന് എല്ലാ ആരോഗ്യശാസ്ത്രജ്ഞന്മാരും പറയുന്നു. എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വ്രതത്തെ ഒരു അനുഷ്ഠാനമായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചുകൂടാ എന്ന ചിന്തയും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. ഇന്ന് ഇതാ കുറേ വിഭവങ്ങൾ നിങ്ങൾക്കായി സ്വീകരിക്കുക. അസ്സലാമു അലൈക്കും. നമ്മൾ നോമ്പിൻ്റെ ഏറ്റവും പ്രസാദമധുരമായ അവസാനത്തെ പത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്ത് അല്പം ക്ഷീണമൊക്കെ തോന്നിയ ആളുകളൊക്കെ പിന്നെ ശരിയായി വളരെ ഊർജ്ജസ്വലമാകുന്ന പത്താണിത് അല്ലേ? കാരണം എന്താ, വിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവൊക്കെ വരുന്ന അവസാനത്തെ പത്തിലാണ് നമ്മൾ അല്ലേ? ഏറ്റവും നല്ല സമയമാണ്. എന്താണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിലെയും ശരീരത്തിലെയും എല്ലാ മാലിന്യങ്ങളെയും നമ്മൾ നീക്കിക്കളയുന്ന പ്രാർത്ഥനയുടെ ദിനങ്ങളാണ് അല്ലേ? ആഹാരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ആഹാരം കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ആഹാരം അതിനോടുള്ള ആസക്തി കുറയുക അല്ലേ? അപ്പം നമ്മൾ ആഗ്രഹങ്ങളെ കൂടി നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ ലഘൂകരിച്ച് നമ്മുടെ മാനുഷികമായിട്ടുള്ള അത്തരത്തിലുള്ള എല്ലാ പ്രലോഭനങ്ങളെയും പ്രേരണകളെയും ഒക്കെ നിയന്ത്രിച്ച് നമ്മൾ മാനസികമായിട്ട് ഇങ്ങനെ ആത്മീയമായിട്ടുള്ള വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്ന നാളുകളാണ്. ഇതേ ഊർജ്ജം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയാൽ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രസാദം, പ്രകാശം ഒക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മൾ. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സംയമനങ്ങളെയും സഹനങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തിയ ഒരു മഹാപുരുഷനെക്കുറിച്ച് ആണ് നമ്മൾ ഈ ഭാഗത്ത്, നമ്മുടെ പാദമുദ്ര എന്ന ഈ ഭാഗത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ പ്രവാചക പുങ്കവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയെക്കുറിച്ചാണ് അല്ലേ? അദ്ദേഹം, ഞാൻ പറഞ്ഞു, മക്കയിൽ പ്രചാരണം ആരംഭിക്കുന്നു, ഇസ്ലാമിക ദർശനങ്ങളെ പ്രചരിപ്പിക്കാൻ ആരംഭിക്കുന്നു. ഖുറൈശികളുടെ വമ്പൻ എതിർപ്പുണ്ടാകുന്നു. അദ്ദേഹത്തെ അൽ-അമീൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു സമൂഹം അദ്ദേഹത്തെ ശത്രുവായി കാണുന്നു. അദ്ദേഹത്തിനെതിരെ പല ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. അദ്ദേഹത്തെ പലതരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നു, ഞാൻ ഏകദൈവത്തിൻ്റെ പ്രവാചകനാണ്, ഈ ലോകത്ത് ആരാധനയ്ക്ക് അർഹനായ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ് ഞാനെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ യാത്രക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്രാ വ മിറാജ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണത്? അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ യാത്രയാണ്. എവിടെ നിന്ന്? മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദിസിലേക്കുള്ള ഒരു നിശായാത്ര. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന് ബുറാക്കിൻ്റെ പുറത്തേറി ഏഴാകാശവും കടന്നുള്ള സ്വർഗത്തിലേക്കൊരു യാത്ര, അള്ളാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച, നബിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇത് വളരെ രോമാഞ്ചകരമായ ഒരു അധ്യായമാണ് ഇസ്ലാമിക ചരിത്രത്തിലെ. അദ്ദേഹത്തിന് തൻ്റെ സമൂഹത്തോട് പറയാനുള്ളത് അനുഷ്ഠാന സംബന്ധമായ കാര്യങ്ങൾ, ഇതിനൊക്കെ ഒരു രൂപകൽപ്പനയുണ്ടാകുന്നത് ഈ യാത്രയുടെ ഭാഗമായിട്ടാണ്. ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സ കേട്ടിട്ടുണ്ടാവും അല്ലേ? എവിടെയാണത്? ജെറുസലേം അല്ലേ? ഇന്നത്തെ ഫലസ്തീനൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഇടയ്ക്കിടെ പത്രങ്ങൾ വായിക്കില്ലേ? വെസ്റ്റ് ബാങ്ക്, ജെറുസലേം അല്ലേ? അവിടെ ഒരു പ്രത്യേകതയുള്ള എന്താണ്? എല്ലാ മതങ്ങളുടെയും ഒരു സംഗമസ്ഥാനം പോലെയാണ് ഈ പ്രദേശം. ക്രിസ്തീയ, ജൂത, ഇസ്ലാമിക
മതവിഭാഗങ്ങളൊക്കെ ചേർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ഒരിടമാണ്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന്, അതായത് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ബുറാക്കിന്മേലുള്ള യാത്ര, ഏഴാകാശം കടന്നുള്ള യാത്ര, അങ്ങനെ ഈ യാത്രക്കിടയിലാണ് പ്രവാചക പരമ്പരയിലെ എല്ലാ പ്രമുഖരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുന്നു. അവർക്ക് സലാം വയ്ക്കുന്നു, അള്ളാഹുവെ കണ്ടുമുട്ടുന്നു. അങ്ങനെ നമസ്കാരത്തിൻ്റെ സമയം നിർണ്ണയിക്കുന്നത് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിശ്ചയിക്കപ്പെടുന്നത് അവിടെയാണ്. അന്ന് 50 വഖ്തെന്നാണ് നിർണ്ണയിക്കുന്നത്. മടക്കയാത്രക്കിടയിൽ മൂസ അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടുന്നു. അദ്ദേഹം ചോദിക്കുന്നു, എന്ത് കിട്ടി? അപ്പോൾ പറയുന്നു, ഇതാണ് നിർദ്ദേശം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ 50 വഖ്ത് എന്നത് ഉമ്മത്തുകൾക്ക് സാധ്യമാണോ? അങ്ങയുടെ വിശ്വാസികൾക്ക് ഇത് അനുഷ്ഠിക്കാൻ സാധ്യമാണോ? അങ്ങനെ അത് ചുരുക്കി കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് അഭിപ്രായം പറയുന്നു. വീണ്ടും അള്ളാഹുവുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ആ സംസാരത്തിനൊടുവിലാണ് 5 വഖ്ത് എന്നത് നിർണ്ണയിക്കപ്പെടുന്നത്, 5 നേരത്തെ നമസ്കാരം എന്നത് നിർണ്ണയിക്കപ്പെടുന്നത്. അത് മാത്രമല്ല, അവിടെ വെച്ച് സ്വർഗനരകങ്ങളെക്കുറിച്ച്, അത് എന്താണ്, അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം, എങ്ങനെയാണ് അവിടുത്തെ ജീവിതം, ഇതൊക്കെ നബി തങ്ങൾ മനസ്സിലാക്കുന്നത് ഈ യാത്രക്കിടയിലാണ്. ഇതാണ് നാളെ അദ്ദേഹത്തിൻ്റെ വിശ്വാസി സമൂഹത്തോട് പറയാനിരിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ നിർണായകമാണ് ഈ യാത്ര. മനസ്സിലായല്ലോ? ഇന്ന് ഇത്രയും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അസ്സലാമു അലൈക്കും. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم المصدر البيض حمرا بعدما وردت من العدا كل مسود من اللمم والكاتبين بسمر الخط ما تركت أقلامهم حرف جسم غير منعجم شاك السلاح لهم سيما تميزهم والورد يمتاز بالسماء عن السلم تهدي إليك رياح النصر نشرهم فتحسب الزغر في الأكمام كل كمين كأنهم في ظهور الخيل نبت ربان من شدة الحزم لا من شدة الحزم طارت قلوب العدا من بأسهم فرقا فما تفرق بين البهم والبهم ومن تكن برسول الله نصرته إن تلقه الأسد في آجامها تجمي ولن ترى من ولي غير منتصر به ولا من عدو غير منقسم أحل أمته في حرز ملته كالليث حل مع الأشبال في أجمي كم جدلت كلمات الله من جدل فيه وكم خصم البرهان من خصمي كفاك بالعلم في الأمي معجزة في الجاهلية
في الجاهلية والتأديب في اليتم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه وعلى آله. Trust across generations. UAE Exchange, world's trusted money transferer. ഡോർ ടു ഡോർ കാർഗോ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള പോപ്പുലർ കാർഗോ LLC അബുദാബി ഇപ്പോൾ മുസഫ ഐക്കാഡിലും എല്ലാവിധ പാഴ്സലുകളും ഇന്ത്യയിൽ എവിടെയും സുരക്ഷിതമായി വളരെ വേഗത്തിൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നു. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ. Fatima Supermarket and Department Stores Grand Eid Offer. Buy 2, get 1 free on ready-made textiles, sarees and footwear. Rush now. Offer valid till 31st August at all Fatima Supermarket outlets and Al Batin Mall. Fatima Hypermarket, Supermarket and Shopping Centers across UAE and Oman. പഞ്ചകർമ്മ ചികിത്സാ വിധികളെ സംബന്ധിച്ചുള്ള പുതിയ ഗവേഷണം വിജയകരം. ആയുർവേദ ചികിത്സാ രംഗത്ത് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഒയാസിസ് രംഗത്ത്. ഇതൊരു ഹോസ്പിറ്റൽ മാത്രമല്ല, അത്യാധുനിക സൗകര്യങ്ങളുള്ള ആയുർവേദ റിസർച്ച് സെന്റർ കൂടിയാണ്. മാത്രമല്ല, ഇവിടുത്തെ പരിസ്ഥിതിയുടെ പ്രത്യേകത ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുദ്ധിക്ക് വളരെ നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് ഒയാസിസിലെ ചികിത്സയ്ക്കായി ധാരാളം പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ ചികിത്സകൾക്കും ചെലവ് കുറവാണ് എന്നുള്ളതാണ് ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. കാർഗോ രംഗത്ത് മികച്ച സേവനം ആഗ്രഹിക്കുന്നവർക്ക് പോപ്പുലർ കാർഗോ LLC അബുദാബി ആൻഡ് മുസഫ.